നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വാൽപ്പാറ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് കണ്ണീരോടെ മടക്കം. നടുക്കം മാറാതെ നാട്. പാങ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് വഞ്ചനാവലി. കോഴിക്കോട് മൂഴിക്കലിലെ ഇരട്ട മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ദുരൂഹത ഉയർത്തുന്ന മൊബൈൽ സന്ദേശം പുറത്ത്. കൊല്ലപ്പെട്ട നസ്രീന ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്നും പുലർച്ചെ 1:30-നും 2:00-നും ഇടയിൽ അയച്ച സന്ദേശം പുറത്തുവന്നു. അത് ഞാൻ മരിച്ചു എന്നറിയിക്കുന്ന ഉള്ളടക്കം അടങ്ങുന്നതാണ് സന്ദേശം. സമീപത്തെ കിണറ്റിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3 ഫോണുകൾ കണ്ടെത്തി. വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടത് പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കി BJP. സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശം ഇല്ലാതാക്കിയെന്ന് BJPയുടെ ആരോപണം. വനിതകളെ അണിനിരത്തി രാജ്യവ്യാപക പ്രതിഷേധ പ്രകടനങ്ങളും പ്രചരണ പരിപാടികളും BJP ആരംഭിച്ചു. വനിതാ സംവരണമല്ല, മറിച്ച് മണ്ഡല പുനർനിർണയമാണ് എതിർത്തത് എന്ന് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാടിന് പിന്നാലെ മറ്റ് ജില്ലകളിലും താപനില 40 ഡിഗ്രിയിലേക്ക്. സംസ്ഥാനത്ത് ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ പ്രവർത്തനം തുടങ്ങി. റെക്കോർഡ് ഭേദിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും. ഇന്നലെ മാത്രം ഉപയോഗിച്ചത് 116.11 ദശലക്ഷം യൂണിറ്റ്. പാൽവില വർദ്ധിപ്പിക്കുന്ന തീരുമാനം നേരത്തെ എടുത്തതാണെന്ന് മിൽമ ചെയർമാൻ KS മണി. തീരുമാനം സർക്കാർ എടുക്കണം. എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് പ്രതിസന്ധി. 4-ന് ശേഷം തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയെന്നും ചെയർമാൻ. സജി ചെറിയാനും H സലാമിനുമെതിരെ G സുധാകരൻ. പൊളിറ്റിക്കൽ ക്രിമിനൽ ഫിലോസഫിക്ക് അനുസൃതമായി പ്രസ്താവനകൾ ഇറക്കുന്നു. തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ചെറിയാനും സലാമും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തി. പാർലമെന്റിലും പഞ്ചായത്തിലും തിരിച്ചടിയുണ്ടായി. ബാക്കി തിരിച്ചടി 4-ാം തീയതി ഉണ്ടാകുമെന്നും G സുധാകരൻ. കണ്ണൂർ തിമിരിയിൽ RSS പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 10 CPM പ്രവർത്തകർക്ക് ശിക്ഷ. 9 പേർക്ക് 10 വർഷം തടവും 2,60,000 രൂപ വീതം പിഴയും വിധിച്ച് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. 2ാം പ്രതിക്ക് 25 വർഷം തടവും 2,60,000 രൂപ പിഴയും ശിക്ഷ. കോഴിക്കോട് താമരശ്ശേരിയിൽ ഈങ്ങാപ്പുഴയിൽ യുവാവിനും ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. ഈങ്ങാപ്പുഴ സ്വദേശി ഫസലിനും ഭാര്യ ഫാത്തിമത്ത് സുഹറയ്ക്കും മർദ്ദനമേറ്റു. അനധികൃതമായി വയൽ നികത്തിയതിനെതിരെ പരാതി നൽകിയതിനെതിരെ തുടർന്നാണ് മർദ്ദനം. മണ്ണുമാഫിയ സംഘത്തിൽപ്പെട്ട മൊയ്തീൻകുട്ടി, മകൻ റഷീദ് എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് കുടുംബം. കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യബന്ധനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷഹദേബ് ദാസ് ആണ് മരിച്ചത്. ബേപ്പൂർ സ്വദേശി ബാബു, ബംഗാൾ സ്വദേശികളായ ഗുനദാർ ദാസ്, റിബൻ ദാസ് എന്നിവരുടെ നില തൃപ്തികരം. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഉച്ചയ്ക്ക് 3:30 മുതൽ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മത്സരം. 2ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 മുതൽ ഹൈദരാബാദിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.